ഏതു ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി വിവാഹത്തിന് സമ്മതിച്ച് ശ്രുതിനോട് അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങാൻ അമ്മായി പറയുന്നുണ്ട്. ശ്രുതിയോടും മാത്രമല്ല ശ്യാമിനോടും. അപ്പം മോളെ നിനക്കിത് നേരത്തെ സമ്മതിച്ചാൽ പോരായിരുന്നു, എന്നാൽ പിന്നെ ഇത്രയ്ക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ച് അമ്മായി വളരെ വിഷമത്തോടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം വളരെ നിർബന്ധിച്ചതിന് ശേഷമാണ് അച്ഛൻ്റെ അനുഗ്രഹം ശ്രുതിയും ശ്യാമും കൂടി വാങ്ങുന്നത്. അങ്കിൾ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അശ്വിൻ സാറിൻ്റെ വീടിന് അശ്വിൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അവിടേക്ക് നമ്മുടെ ചേച്ചി ചെല്ലുന്നുണ്ട്. എന്താ കുഞ്ഞാ നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട്. എനിക്കറിയാം നീ എന്നോട് എന്തോ വിളിക്കാൻ നോക്കിയാലും നിന്റെ മനസ്സെനിക്ക് വായിക്കാൻ പറ്റും. അങ്ങനൊരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നല്ലോണം ആലോചിച്ചിട്ട് വേണം നീ എന്ത് തീരുമാനവും എടുക്കാൻ. കാരണം നീ ഇപ്പം മറ്റുള്ളവരോടുള്ള ദേഷ്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തിനോ വേണ്ടി കഴിഞ്ഞിട്ട് നീ നിന്റെ ലൈഫിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും മാറ്റാൻ പറ്റില്ല കുഞ്ഞാ, നീ അത് മറക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും അറിവും വിവരവുമുള്ള നിനക്ക് ഞാനിതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ എന്നാലും പറയുന്നത് നീ എൻ്റെ അനിയനായതുകൊണ്ടാണ്. എനിക്ക് നാളെ നീ ഇതിൻ്റെ പേരിൽ വിഷമിക്കാൻ ഇടവരരുതെന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ ഒരുപാട് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ചേച്ചി പറയുന്നത് മുഴുവൻ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആരോടുള്ള വാശിക്ക് വേണ്ടി കഴിഞ്ഞിട്ട് ഈ വിവാഹത്തിന് സമ്മതിച്ചു എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായി ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചേച്ചി പറയുന്നതെല്ലാം വിഷമത്തോടെ കേട്ട് നിൽക്കുന്നു അശ്വിൻ. അതിനുശേഷം കാണിക്കുന്നത് ശ്രുതിനെ. ശ്രുതിയുടെ മുടിയൊക്കെ ഇങ്ങനെ ഈരി കൊടുക്കുന്നുണ്ട് പ്രീതി. മോളെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ചേച്ചി എന്ന് വെച്ചപ്പോൾ, നീ ഈ വിവാഹത്തിന് അതായത് ജീവിതകാലം മുഴുവൻ ശ്യാം സാറിൻ്റെ ഭാര്യയായി കഴിയാൻ നിനക്ക് സമ്മതമാണോ? നീ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണോ നീ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല ചേച്ചി, ഞാൻ സമ്മതിച്ചത് തന്നെയാണ്. എന്തായാലും എൻ്റെ ആ സമ്മതം കൊണ്ട് ബാക്കി നിങ്ങളെല്ലാവരും ഹാപ്പി ആയില്ലേ? അച്ഛയും അമ്മയും അമ്മായിയും ചേച്ചിയൊക്കെ ഹാപ്പി അല്ലേ എന്ന് വെച്ചപ്പോൾ ഞങ്ങളുടെ ഹാപ്പി സന്തോഷത്തോടെ നിൽക്കട്ടെ, നിനക്കിത് സന്തോഷത്തോടെ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് അശ്വിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. പാൽസർ ഇട്ട് കൊടുക്കുന്നതും കൗള് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതും. പിന്നീട് എല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട്, നീ പാൽസരത്തിൻ്റെ കാര്യമാണ് ആലോചിക്കുന്നത് വീട്ടിൽ വന്ന് പറയുന്നത്. പാൽസരം ഞാൻ എടുത്തു വെച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും നീ കരുതരുത്. ഇതൊന്നും ചില്ലി കാശിന് വിലയില്ലാത്ത കാര്യങ്ങളൊക്കെ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നിന്റെ മനസ്സിൽ വരരുതെന്നൊക്കെ അശ്വിൻ ഇങ്ങനെ പറയുന്നത് ശ്രുതിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷമത്തോടെ കയറി വരികയാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, സാരില്ല, ഇനി അങ്ങോട്ട് പോകാണ്ടിരുന്നാൽ പോരെ, അപ്പോൾ പ്രശ്നം തീർന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രീതി ചോദിക്കുന്നു, മോളെ എങ്ങോട്ട് പോണ കാര്യം നീ പറയുന്നത്? ഞാൻ പറയുന്നതല്ലല്ലോ നീ പറയുന്നത്, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി എന്ന് പറയും. എന്തായാലും നിനക്ക് ശ്യാം സാറിൻ്റെ കൂടെ സാറിനായിട്ടുള്ള വിവാഹത്തിന് നിനക്ക് അത്ര താല്പര്യമില്ല എന്നുള്ള കാര്യം ഈ ചേച്ചിക്ക് അറിയാമെന്നൊക്കെ പറയും. എന്തായാലും ചേച്ചിയും അനിയത്തിയും കൂടെ പരസ്പരം വിഷമത്തോടെ നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ ശ്യാമിനെ കാണിക്കുന്നുണ്ട്. ശ്യാം അശോകൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അങ്കിളിന് സന്തോഷമായില്ലേ? വളരെ കുറച്ച് വിഷമിച്ചിട്ടാണെങ്കിലും അങ്കിളിൻ്റെ മകൾ വിവാഹത്തിന് സമ്മതിച്ചു. ഇത് അവൾക്ക് നേരത്തെ ആയാൽ പോരായിരുന്നില്ലേ? വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത്, എത്ര നാൾ വേസ്റ്റ് ചെയ്ത്. എന്തായാലും എനിക്ക് സന്തോഷമായി. സോറി എനിക്കല്ല കേട്ടോ, നമുക്ക് രണ്ടുപേർക്കും സന്തോഷമായില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഏട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ട്, വ്യക്തമാവില്ലെങ്കിലും വല്ലാണ്ട് അങ്ങോട്ട് സാമർത്ഥ്യം കാണിച്ച് മോളെയും അമ്മായി ആൻറ്റീനെയും ഒന്നും ആവശ്യമില്ലാത്തതൊന്നും അറിയിക്കണ്ട, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങിക്കിടുന്നോ. ഞാൻ ഇപ്പം മനസ്സിലായില്ലേ, ഞാനൊരു കാര്യം ആഗ്രഹിച്ചാൽ ഈ ശ്യാം മാധവൻ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടത്തിയിരിക്കും എന്നൊക്കെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അച്ഛൻ ഇങ്ങനെ ദേഷ്യത്തോടെയും കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതെ, ഞാൻ എൻ്റെ ഭാര്യയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ കേട്ടോ. എൻ്റെ ഭാര്യനെ കാണാൻ പോകുന്നതേ വേറൊന്നിനുമല്ല. ഇനിയിപ്പോൾ നിശ്ചയമൊന്നും വേണ്ട, വിവാഹം മതി എന്ന് പറഞ്ഞാലും ചടങ്ങുകളൊക്കെ ചെറിയ രീതിയിൽ നടത്തണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്കിളിന് സന്തോഷമാവുന്നുണ്ടെങ്കിൽ കല്യാണം നമുക്ക് ഗംഭീരമായി നടത്താം. എന്തായാലും എൻ്റെ കയ്യിൽ അതിനുള്ള പണമൊന്നുമില്ല, അതൊക്കെ എൻ്റെ ഭാര്യയുടെ കയ്യിലല്ലേ. എൻ്റെ ഭാര്യയും ഭാര്യ വീട്ടുകാരും കനിയണം. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യയുടെ അടുത്ത് പോയേ പറ്റൂ. കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് ഭാര്യയുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങണം, അവളുടെ അനുഗ്രഹമൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ക്രൂരമായൊരു ചിരിയൊക്കെയാണ് ശ്യാം നമ്മുടെ അശോകൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് രാത്രി തന്നെയാണ്. അശ്വിൻ ഉമ്മറത്ത്, അതായത് വരാന്തയിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നല്ല വിഷമമുണ്ട് അശ്വിന്. എന്തായാലും അശ്വിന് ഇഷ്ടമുള്ള കാര്യം 100% ഉറപ്പ് തന്നെയാണ്. പക്ഷെ എന്തൊക്കെയോ ദേഷ്യം കൊണ്ട് മാത്രം ആൾ പെട്ടെന്ന് ആ കല്യാണത്തിന് സമ്മതിച്ച് പോയതാണ്.
അതിനാൽ തന്നെ ശ്രുതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പാത്സരം കാലിൽ അണിഞ്ഞു കൊടുക്കുന്നതും ചുംബിക്കാൻ വേണ്ടി നോക്കുന്നതും എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് അവളെ വീട്ടിൽ ചെന്ന് ക്രൂരമായ വാക്കുകളൊക്കെ പറഞ്ഞത് ഇങ്ങനെ അശ്വിന് വളരെയധികം വിഷമാവുന്നുണ്ട്. അങ്ങനെ അശ്വിൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തല തിരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. അശ്വിൻ്റെ പോലെ തന്നെയാണ് ഈ ശ്രുതിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ശ്രുതിയുടെ ചേച്ചി എനിക്ക് ശ്രുതിയോട് പറയുന്നുണ്ട് നിശ്ചയം വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അമ്മായിക്ക് ഇപ്പോൾ ചെറിയ രീതിയിൽ നിശ്ചയം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ശ്രുതി എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. പിന്നെ കാണിക്കുന്നത് ശ്യാമിനെയും അഞ്ജലിനെയാണ് പർച്ചേസിങ്ങിനൊക്കെ പോയിട്ടാണ് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ശ്യാമേട്ടന് ധൃതി ഉണ്ടോ, എനിക്ക് വേറൊരു സ്ഥലം കൂടെ വരെ പോകാനുണ്ടെന്ന് പറയുമ്പോൾ എവിടേക്കും അഞ്ജലി മോളെ എന്ന് ചോദിക്കുമ്പോൾ ജ്വല്ലറിയിൽ ഒന്ന് പോകണം. എന്തിനാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു പഴയ നെക്ലസ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ശ്യാമിൻ്റെ കണ്ണുകളൊക്കെ അങ്ങനെ തിളങ്ങുന്നുണ്ട്. അത് സ്വന്തമാക്കാൻ എന്താ മാർഗം എന്നൊക്കെ ആലോചിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് ശ്യാമേട്ടന് പോകാൻ ധൃതിയുണ്ടെങ്കിൽ നമുക്ക് പോകാം, അത് പിന്നീട് ഒരിക്കലാവാന്ന് പറയുമ്പോൾ വേണ്ട അഞ്ജലി മോളെ നമുക്കത് ഇപ്പോൾ തന്നെ ചെയ്യാമെന്നൊക്കെ പറയും. ആ സമയത്ത് ഒരു സാധാരണ രീതിയിലൊരു പെണ്ണ് വരുന്നുണ്ട്. ആ പെണ്ണ് വന്നിട്ട് മാലിനി എന്ന പെണ്ണിൻ്റെ പേര്. ശ്യാം സാറേ എന്ന് വിളിക്കുമ്പോൾ മാലിനിയോ എന്താ മാലിനി എന്ന് ചോദിക്കും. പെട്ടെന്ന് അഞ്ജലിയുടെ മുഖം അങ്ങനെ ടെൻഷനൊക്കെ ആവുന്നുണ്ട്. ശ്യാം സാറിനെ ഞാൻ ഒന്ന് കാണാൻ വന്നാന്ന് പറയുമ്പോൾ അഞ്ജലി മോളെ ഇത് എൻ്റെ ഒരു ക്ലൈമാണ്, ഭർത്താവ് ആക്സിഡൻറ്റിൽ മരിച്ചു, അതിൻ്റെ ആനുകൂല്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും പിന്നെ കേസ് നടത്തുന്നതൊക്കെ ഞാനാണ് മോളെ എന്ന് പറയുമ്പോൾ അഞ്ജലിക്ക് വിഷമമൊന്നുമില്ല, സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് അഞ്ജലി എവിടെ പോയെന്ന് വെച്ചാൽ മക്കളുടെ സ്കൂൾ വരെ ഒന്ന് പോയതും സാറേ വളരെ ബുദ്ധിമുട്ടുണ്ട്, പൈസ അടയ്ക്കാണ്ട് കുട്ടികൾ അടുത്ത മാസം ഈ ഒരു മാസം കൂടെ നിർത്തുള്ളൂ, 2 മാസം ഫീസ് നിലവിൽ നിൽക്കുന്നുണ്ട്, അവരെ പറഞ്ഞയക്കുമെന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ശ്യാമിനാകെ വിഷമാവുന്ന പോലെ കാണിക്കുന്നുണ്ട്. അഞ്ജലിക്ക് അതിനേക്കാളും വലിയ വിഷമാവുന്നുണ്ട്. സാറേ ഈ അവസരത്തിൽ ചോദിക്കാൻ പറ്റുമോ അറിയില്ല, എനിക്ക് കുറച്ച് രൂപ തരുമോ സാറ്, കടം എൻ്റെ മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, എനിക്ക് ഈ പണം സാറ് പിന്നെ ഫീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ബാക്കി സാറ് തന്നാൽ മതി എനിക്കെന്ന് പറയുമ്പോൾ അതിനെന്താന്ന് പറഞ്ഞിട്ട് ഫീസയിലുണ്ടായിരുന്ന കാശ് എടുത്ത് വേഗം കൊടുക്കുന്നുണ്ട്. ഇത് 10,000 ഒന്നും തികയില്ല, പക്ഷെ മാലിൻ്റെ മക്കളുടെ ഫീസ് അടയ്ക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ശ്യാമ കൊടുക്കുമ്പോൾ അഞ്ജലിക്ക് അത് കേൾക്കുമ്പോൾ വിഷമാവുന്നുണ്ട്. അങ്ങനെ അഞ്ജലി പെട്ടെന്ന് തന്നെ ശ്യാമേട്ട ഇവർക്ക് കുറച്ച് കാശ് ഞാനും കൊടുക്കാം, എന്തായാലും കുട്ടികളെ ഫീസ് അടയ്ക്കാനുള്ള കാശ് പോലും ശ്യാമേട്ടന് കൊടുത്തതിൽ തികയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ മോൾക്ക് സമ്മതമാണെങ്കിൽ എന്നാൽ കൊടുത്തോ, നമുക്ക് തിരിച്ച് കിട്ടണതല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെ 10,000 എത്ര രൂപ വേണം എന്ന് ചോദിക്കുമ്പോൾ എത്ര കിട്ടിയാലും എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറയും. അങ്ങനെ നമ്മുടെ അഞ്ജലിയും കൂടി 10,000 രൂപ ഈ മാലിനിക്ക് കൊടുക്കുകയാണ്. എന്തായാലും ശ്യാമിൻ്റെയും ശ്രുതിയുടെയും വിവാഹത്തിനായിട്ട് അഞ്ജലിയുടെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ളൊരു സൂത്രമായിരുന്നു ഈ മാലിനി. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ കയ്യിലത്തെ പണം വാങ്ങിയായിട്ടാണ് നമ്മുടെ ശ്യാം ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടാനും കല്യാണ നിശ്ചയത്തിനായുള്ള പണം സ്വരൂപിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.